ഇപ്പം ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ പൊതുവിൽ ഇന്ത്യക്കെതിരെയുള്ള താരിഫ് വെട്ടിക്കുറച്ചതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് പൊതുവിൽ എല്ലാ മീഡിയയും ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഇന്ത്യക്ക് എന്ത് നേട്ടം എന്നുള്ള നിലയിലാണ് പല മാധ്യമങ്ങളും ചർച്ച നടത്തിയത്. പക്ഷേ ഇതിൽ അമേരിക്കയ്ക്ക് എന്ത് നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വരാനിരിക്കുന്ന ഒരു വലിയ വിപത്തുണ്ട്. ആ വിപത്ത് ചെറിയ വിപത്തല്ല, ശരിക്കും അത് അമേരിക്കയുടെ ഡോളർ ഇൻഡെക്സിനെ തന്നെ തകിടം മറിക്കാൻ ശേഷിയുള്ള ഒരു പ്രതിസന്ധി. ആ പ്രതിസന്ധി വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്ക ഇന്ത്യയുടെ താരിഫ് എടുത്ത് കളയുന്നത്. ഇന്ത്യയുടെ താരിഫിനെ ഒരു 18% വെട്ടിക്കുറയ്ക്കുന്നതിലൂടെ അമേരിക്കയുടെ ഉള്ളിലേക്ക് ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അമേരിക്കയുടെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങൾ വേണ്ടത്? അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൈനയുടെ താരിഫ് ഓൾറെഡി തന്നെ 37% ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ആഗോളതലത്തിൽ നിന്നും ഒരുപാട് പ്രോഡക്റ്റുകൾ അമേരിക്കയുടെ ഉള്ളിലേക്ക് വരേണ്ടതുണ്ട്. കാരണം ട്രംപിന് മനസ്സിലായി, മാസങ്ങളോളം വെയിറ്റ് ചെയ്തിരുന്നു ഈ താരിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട്. അങ്ങനെ വലിയ തോതിൽ അമേരിക്കയുടെ ഇൻസൈഡ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഒന്നും വലിയ രീതിയിൽ പുഷ്ടിപ്പെടുന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല. ഇപ്പം 5 ദിവസങ്ങൾക്ക് മുമ്പ് ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ പൊസിഷനിലുള്ള ജെറോം പവൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. The threat of criminal charges is a consequence of the Federal Reserve setting interest rates based on our best assessment of what will serve the public, rather than following the preferences of the president. This is about whether the Fed will be able to continue to set interest rates based on evidence and economic conditions, or whether instead monetary policy will be directed by political pressure or intimidation. I have served at the Federal Reserve under 4 administrations, Republicans and Democrats alike. In every case, I have carried out my duties without political fear or favor, focused solely on our mandate of price stability and maximum employment. Public service sometimes requires standing firm in the face of threats. I will continue to do the job the Senate confirmed me to do, with integrity and a commitment to serving the American people. Thank you. സംസാരിക്കുമ്പോൾ തന്നെ എന്തൊക്കെയാണ് ഇവിടുത്തെ ജോബ് മാർക്കറ്റിൻ്റെ അവസ്ഥ, എന്തൊക്കെയാണ് പേറോൾ, എന്തൊക്കെയാണ് ചെയ്തത്, എത്രമാത്രമാണ് ഗെയിൻ ചെയ്തിരിക്കുന്നത്, എന്താണ് ഇൻഫ്ലേഷൻ റേറ്റ്. ഇൻഫ്ലേഷനൊക്കെ 2.7% ആണ് അമേരിക്കയുടെ ഇപ്പം നിലവിലെ ഇൻഫ്ലേഷൻ റേറ്റ്. അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ മെച്ചമൊന്നുമില്ല. ഇൻഫ്ലേഷൻ 2% കുറച്ച് കൊണ്ടുവരാനാണ് ഫെഡറൽ റിസർവ് ശ്രമിക്കുന്നത് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചത്. എല്ലാവർക്കും അറിയാം എന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ ഇപ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക. ഈ ജെറോം പവലിനെ 2017 ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഈ പൊസിഷനിലേക്ക്, ഫെഡറൽ ചെയറിൻ്റെ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി. അതിൻ്റെ ഇടയ്ക്ക് ജോ ബൈഡൻ ഭരണം നടത്തി മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിരന്തരം ജെറോം പവലിനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. എന്താണ് പുള്ളിക്കാരൻ പറയുന്നത് പറഞ്ഞാൽ, പുള്ളിക്കാരനെ വല്ലാത്ത രീതിയിൽ അപമാനിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ട്രംപിൻ്റെ ആവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണം, ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണം, അതായത് സെൻട്രൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണം. ഇത് കുറച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഒരു എക്കണോമിസ്റ്റ് അഥവാ ഒരു ഫെഡറൽ റിസർവിൻ്റെ ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ അയാൾക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അയാൾക്ക് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ തിരിച്ചറിയാൻ പറ്റും. കാരണം ട്രംപ് ഓൾറെഡി തന്നെ പല രാജ്യങ്ങൾക്കും മേളിൽ താരിഫ് ചുമത്തി രാജ്യത്തിൻ്റെ ഉള്ളിൽ പ്രോഡക്ട്സിൻ്റെ ഷോർട്ടേജ് ഓൾറെഡി വരുത്തി വെച്ചിട്ടുണ്ട്. ഈ പ്രോഡക്റ്റ് ഷോർട്ടേജും ഈ ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമ്മിലൊരു ബന്ധമുണ്ട്. അത് തമ്മിലുള്ള ബന്ധം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ, നമ്മുടെ നാട്ടിലെ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ബാങ്ക് ലോൺ ഏറ്റവും കൂടുതൽ ഡിസ്പോസ് ചെയ്യപ്പെടും. നിങ്ങൾക്ക് ബാങ്ക് കൂടുതലായിട്ട് ലോൺ കൊടുക്കും. അതായത് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ അപ്പോൾ ബാങ്കുകൾക്കും ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. അപ്പോൾ ആ കുറഞ്ഞ നിരക്കിൽ റിസർവ് ബാങ്കിൽ നിന്നും കൂടുതൽ പണം ബാങ്കുകൾ വാങ്ങിക്കുകയും എന്നിട്ട് അതിൽ നിന്നും ഒരു ചെറിയ ശതമാനം മാത്രം ലാഭമായിട്ട് എടുത്തുകൊണ്ട് ആ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ഇവർ പൊതുജനങ്ങൾക്ക് ലോൺ കൊടുക്കും. അതായത് ലോൺ തിരിച്ചടയ്ക്കാൻ കപ്പാസിറ്റിയുള്ള സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, മന്ത്ലി സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ലോൺ അങ്ങ് കൊടുക്കും. ഈ ലോൺ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ജനങ്ങളുടെ കയ്യിൽ പണം വരും. അതായത് ഇപ്പം ഏതാണ്ട് 10% ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ മേടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ആ ലോണിനെ ഈ പുതിയ ലോൺ വെച്ചിട്ട് ബൈ ഔട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു 9% പലിശയ്ക്ക് ലോൺ എടുത്തിരിക്കുന്ന ആൾക്കാർ ഒരു 6% പലിശയ്ക്ക് ലോൺ കിട്ടുമ്പോഴത്തേക്കും 6% ആയിരിക്കുമല്ലോ വാങ്ങിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അവിടെ ഒരു ഷഫ്ലിംഗ് നടക്കും. ആ ഷഫ്ലിങ്ങിൽ ഒരുപാട് പൊതുജനങ്ങൾക്ക് ലോൺ കിട്ടുകയും അങ്ങനെ മണി ഓവറോൾ രാജ്യത്തിലെ എല്ലാ ഭാഗത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഇവരെ ഇൻട്രസ്റ്റ് റേറ്റ് ഉയർത്തും. കാരണം ലാഭം കിട്ടണമല്ലോ. ഈ ലോൺ എന്ന് പറയുന്ന ഒരു കച്ചവടമാണല്ലോ. അപ്പോൾ സാധനം വിറ്റ് കഴിഞ്ഞു, ഇനിയിപ്പം ഇൻട്രസ്റ്റ് റേറ്റ് ഉയർത്തിയിട്ട് കൂടിയ പലിശയ്ക്ക് ലോൺ റീകളക്ട് ചെയ്യുക എന്നുള്ളതാണ് ബാങ്കിൻ്റെ തന്ത്രം. അതാണ് ബാങ്കിൻ്റെ കച്ചവടം. അതവർ മുറയ്ക്ക് ചെയ്തോളും. പക്ഷേ ഇപ്പം കറണ്ട് സെനാരിയോയിൽ ഈ ലോൺ വാങ്ങിക്കുന്ന ആൾക്കാർ ഈ പൈസ വെച്ച് എന്ത് ചെയ്യും? ഈ പൈസ വെച്ചിട്ട് അവർ ധാരാളം പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് വേണ്ടത്? അവിടെ സാധനം വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബ്രാൻഡഡ് ബൈക്ക്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡഡ് മൊബൈൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വെജിറ്റബിൾ തന്നെ എടുത്തോളൂ, അല്ലെങ്കിൽ എന്ത് ഐറ്റം ആയിക്കോട്ടെ. അപ്പോൾ ആ സാധനത്തിൻ്റെ അവൈലബിലിറ്റി മാർക്കറ്റിൽ ഉണ്ടാവണം.
ഇപ്പോൾ അവിടെ ഒരു 10 സാധനം മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഒരു മോഡലിലുള്ള ഒരു 15 ബൈക്കേ ഉള്ളൂ. പക്ഷേ ഇത് വാങ്ങിക്കാൻ കപ്പാസിറ്റി ഉള്ള 20 ആൾക്കാരുണ്ട്. കാരണം ലോൺ എടുത്ത് പൈസ വെച്ചിരിക്കുന്നവനുണ്ട്, ബിസിനസ് ചെയ്ത് പൈസ വെച്ചിരിക്കുന്നവൻ ഇവിടെ ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ ഈ 20 പേർക്കും കൂടി 10 സാധനം ഇവിടെ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ 10 സാധനത്തിൻ്റെയും ഡിമാൻഡ് കൂടുകയാണ്. ഡിമാൻഡ് കൂടുമ്പം അവിടെ ഇത് നെഗോഷിയേറ്റ് ചെയ്യാൻ ഉള്ള ഒരേ ഒരു ടൂൾ എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് ആണ്. ഇതിന്റെ പ്രൈസ് അങ്ങ് ഉയർത്തി കൊണ്ടുപോകും. ഇതിൽ 10 സാധനമാണ് അവൈലബിൾ എന്നുണ്ടെങ്കിൽ അതിന് ഡിമാൻഡ് കൂടും, അതിന് പ്രൈസും കൂടും. അങ്ങനെ പ്രൈസ് കൂടിക്കൊണ്ടുപോകും. ഈ പ്രൈസ് കൂടുന്ന പ്രവൃത്തിയാണ് ഒരു രാജ്യത്തിന്റെ ഇൻഫ്ലേഷൻ തീരുമാനിക്കുന്നത്. നമ്മൾ 10 രൂപയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്ന സാധനം 15 രൂപയായിട്ട് വില വർദ്ധിക്കുന്നു. അപ്പോൾ ആ വർധനവ് ശരിക്കും അതാണ് ഇൻഫ്ലേഷൻ. ആ വർധനവാണ് ഇൻഫ്ലേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ ഓരോ സാധനങ്ങൾക്കും സംഭവിക്കും. ഇത് സംഭവിക്കാതിരിക്കാനാണ് ഒന്നെങ്കിൽ അമേരിക്കയുടെ ഉള്ളിൽ ഈ താരിഫ് ഇമാതിരിയുള്ള ചടങ്ങുകളൊക്കെ നീക്കിയിട്ട് പഴയതുപോലെ സാധനങ്ങൾ അവൈലബിൾ ആവണം മാർക്കറ്റിൽ. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ഇന്റർണൽ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂടണം, അത് മാനുഫാക്ചറിങ് കൂടണം. അതും ഇവിടെ നടക്കുന്നില്ല. ഒരു സൈഡിൽ നീ താരിഫ് ഇട്ട് സാധനങ്ങളെല്ലാം തടഞ്ഞു വെച്ചിരിക്കുന്നു, ഇറക്കുമതി ഇവിടെ കുറവാണ്, അതുപോലെ തന്നെ രാജ്യത്തിന് ഉള്ളിലുള്ള പ്രൊഡക്ഷനും ഇല്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞാൻ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് ധാരാളം ലോൺ കൊടുക്കും. ഈ ജനങ്ങൾ ഈ പ്രൊഡക്ഷൻ ഷോർട്ടേജ് ഉള്ള ഈ മാർക്കറ്റിൽ ഈ പൈസ കൊണ്ടുവന്ന് ഇൻഫ്ലേഷൻ കൂട്ടും. അപ്പോൾ ഇതിന് ഞാൻ തന്നെ വഴിയൊരുക്കണോ, അമേരിക്കൻ എക്കണോമിയെ തകർക്കാൻ ഞാൻ തന്നെ വഴിയൊരുക്കണോ എന്നുള്ളതാണ് ജെറോം പവലിന്റെ സൈഡ്. ഈ തർക്കം കുറെ നാളുകൊണ്ടേ നടക്കുന്നുണ്ട്. എനിക്ക് അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആണെങ്കിൽ ജെറോം പവലിനെ വല്ലാത്ത രീതിയിൽ വിമർശിക്കുന്നുണ്ട്, വളരെ ബാഡായിട്ട് തന്നെ വിമർശിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഞാൻ ഇവിടെ വെക്കാം, നിങ്ങൾ തന്നെ വായിച്ചു നോക്കൂ, അപ്പോഴത് മനസ്സിലാവുള്ളൂ. നമുക്ക് പറയാൻ പറ്റത്തില്ല, അത് ട്രംപിന്റെ ലാംഗ്വേജിന് മാത്രമേ അത് ചേരുള്ളൂ. ഈ ഫെഡറൽ റിസർവ് ചെയർപേഴ്സണുമായിട്ടുള്ള തർക്കം, ട്രംപിന്റെ തർക്കമാണ് ഡോളറിലേക്കുള്ള വിശ്വസ്തത നഷ്ടപ്പെടാൻ കാരണമായത്. ഇതാണ് സ്വർണ്ണവിലയിൽ നടന്ന കയറ്റത്തിനും ഇറക്കത്തിനുമുള്ള റീസൺ. ഇപ്പൊ സ്വർണ്ണവില ഏതാണ്ട് 1,12,000 ആ റേഞ്ചിൽ വന്ന് നിൽപ്പുണ്ട്. ഇതാണ് ഇപ്പൊ നിലവിലെ സാഹചര്യം. ഇനി ഇതിന്റെ മറ്റൊരു സിനാരിയോ ഇപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഡോളറിന്റെ ഇൻഡെക്സ്. ഈ ഡോളർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് ഡോളറിനെതിരെയുള്ള ഇന്ത്യൻ റുപ്പി ഏതാണ്ട് 91.86 ആ റേഞ്ചാണ്. ഇത് ആ ഇൻഡെക്സ് അല്ല, ഇന്ത്യൻ റുപ്പിയുടെ ഇൻഡെക്സ് അല്ല, ഇത് ഡോളറിന്റെ ഇൻഡെക്സ്. ഈ ഡോളറിന്റെ ഇൻഡെക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ഡോളറിന്റെ ഇൻഡെക്സും, അതായത് ഡോളറും അതുപോലെ തന്നെ മറ്റുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കറൻസീസ് ഉണ്ട്. ഡോളറിന്റെ മൂല്യം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്ന കുറച്ച് കറൻസികളുണ്ട്. ആ കറൻസിയുടെ മൂല്യം, ആ രാജ്യത്തിന്റെ വിറ്റുവരവ്, ആ രാജ്യത്തിന്റെ GDP അനുസരിച്ച് അവരുടെ പക്കൽ എത്രയാണ് റിസർവ് കറൻസി ഉള്ളത്, അതുമായിട്ട് ബന്ധപ്പെട്ട് എവറി ഡേ ഈ ഒരു കാൽക്കുലേഷൻ നടക്കണം. ആ കാൽക്കുലേഷന്റെ റിസൾട്ട് പ്രകാരം എന്താണ് ഡോളറിന്റെ മൂല്യം ഇന്നലത്തത് അപേക്ഷിച്ച് ഇന്ന് എത്രയാണോ അതിനനുസരിച്ചാണ് ഡോളർ ഇടിയുന്നു അല്ലെങ്കിൽ ഡോളർ സ്ട്രെങ്തൻ ആകുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വരുന്നത്. അപ്പോൾ കുറേ നാൾ കൊണ്ടേ 112, 113 ഇരുന്ന ഡോളറിന്റെ റേറ്റ് ഇപ്പോൾ ഏതാണ്ട് 98, 99 ആ റേഞ്ചിലാണ് ഇപ്പം ഇരുന്ന് കളിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏതൊക്കെ കറൻസികളാണെന്ന് ഞാൻ പറഞ്ഞു. യൂറോപ്യൻ യൂണിയൻസ് ഉപയോഗിക്കുന്ന യൂറോ എന്ന് പറഞ്ഞ ആ കറൻസിയാണ് ശരിക്കും 56.7% ഡോളറിന്റെ മൂല്യത്തിനെ നിർണ്ണയിക്കാൻ കപ്പാസിറ്റി ഉള്ളത്. 57%. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോണം, ഈ 57%. അതായത് ഈ വിഷയത്തിനെ കണക്ട് ചെയ്ത് നമുക്ക് വേറൊരു സബ്ജക്ട് സംസാരിക്കേണ്ടതുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ജപ്പാനാണ് 16% ഡോളറിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത്. UK സ്റ്റെർലിംഗ് പൗണ്ട് 11.9% ഡോളറിന്റെ മൂല്യം നിർണ്ണയത്തിൽ പങ്ക് വഹിക്കുന്നുണ്ട്. സ്വീഡിഷ് ക്രോണ, ആ സ്വീഡിഷ് കറൻസി ഏതാണ്ട് 4.2% ഡോളറിന്റെ വില നിർണ്ണയിക്കുന്നുണ്ട്. സ്വിസ് ഫ്രാങ്ക് 3.6% ഡോളറിന്റെ മൂല്യനിർണ്ണയത്തിൽ പങ്കുവഹിക്കുന്നുണ്ട്. ഇത്രയും കറൻസികളാണ് ഡോളറിന്റെ മൂല്യം നിർണ്ണയിക്കുന്നതിന് എവറി ഡേ യൂസ് ചെയ്യുന്നത്. ഒരു ത്രാസിൽ ഡോളർ ആണെങ്കിൽ മറ്റൊരു സൈഡിൽ ഈ കറൻസികളെല്ലാം കൂടി ഇട്ട് ക്യുമുലേറ്റീവായിട്ട് അതിന്റെ കണക്കെടുത്തിട്ട് ഡോളറിന്റെ മൂല്യം നിർണ്ണയിക്കും. അങ്ങനെയാണ് ഈ കറൻസി വാല്യൂ നിർണ്ണയിക്കുന്നത് ഡോളറിന്റെ. ഇപ്പൊ ട്രംപ് ആണെങ്കിൽ ഗ്രീൻലാൻഡ് വിഷയം പ്രപ്പോസ് ചെയ്തപ്പോഴത്തേക്കും എൻറ്റയർ യൂറോപ്പ് അമേരിക്കയെ എതിർത്തു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, യൂറോയുടെ കോൺട്രിബ്യൂഷൻ 57% ഡോളറിന്റെ മൂല്യം നിർണ്ണയിക്കുന്നതിൽ. അപ്പം യൂറോപ്പിന് എത്രമാത്രം വോയിസ് ഉണ്ട്, യൂറോപ്പിന് എത്രമാത്രം പ്രത്യേകതയുണ്ട്. അമേരിക്ക യൂറോപ്പിനെ തള്ളി പറഞ്ഞാലും, അമേരിക്ക യൂറോപ്പിനെ താരിഫിട്ട് ഒതുക്കിയാലും യൂറോപ്പ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അമേരിക്കയ്ക്ക് എന്നുള്ളത് വളരെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡോളറിന്റെ വാല്യൂ കണക്കാക്കുന്ന രാജ്യങ്ങളുടെ കറൻസിയുടെ കോൺട്രിബ്യൂഷൻ എടുത്ത് ഞാൻ ഇവിടെ പറഞ്ഞത്. ജപ്പാന്റെ കറൻസി ആണെങ്കിൽ തുടർച്ചയായിട്ട് ഡോളറിനെതിരെ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. 120 ഇരുന്ന കറൻസി ഇപ്പൊ ഏതാണ്ട് 154.44 ജാപ്പനീസ് കറൻസി ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ജപ്പാൻ കൂടുതൽ US ഡോളർ വിറ്റിട്ട് മറ്റുള്ള കറൻസികളുമായിട്ട് ബന്ധപ്പെട്ട കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം US-ഉമായിട്ട് എത്രത്തോളം കച്ചവടം നടത്തുന്നുണ്ടോ, എത്രത്തോളം US ഡോളർ എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരുന്നുണ്ടോ, അപ്പൊ അത് നഷ്ടക്കച്ചവടമായിട്ട് മാറുകയാണ്. കാരണം കൂടുതൽ ജാപ്പനീസ് കറൻസി കൊടുത്താലേ US ഡോളർ കിട്ടുന്നുള്ളൂ. ഇപ്പൊ ഇന്ത്യക്കും അതേ അവസ്ഥ തന്നെയാണ്. ഇപ്പൊ ഇന്ത്യയുടെ കറൻസി മൂല്യം വീക്ക് ആയിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഇന്ത്യൻ റുപ്പി കൊടുത്തിട്ട് ഡോളർ വാങ്ങിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ തള്ളപ്പെടും. ആ ഒരു പർച്ചേസിംഗ് പോയിന്റിനെയാണ് റുപ്പി വീക്ക് ആകുന്നു, ഡോളർ സ്ട്രെങ്തൻ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്.
നമ്മൾ എപ്പോഴാണോ കുറഞ്ഞ മൂല്യം കൊടുത്തിട്ട് ഡോളർ വാങ്ങിക്കാൻ പറ്റുന്നത്, അതാണ് നമ്മളുടെ സ്ട്രെങ്ത്, റുപ്പി സ്ട്രെങ്തൻ ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ എന്താണ് നമ്മൾ കൊടുത്തത് അതുമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് ഡോളർ വീക്കായി അല്ലെങ്കിൽ റുപ്പി വീക്കായി എന്നൊക്കെ പറയുന്നത്. ഏറ്റവും കൂടുതൽ കറൻസികൾ വീക്കാകുമ്പോൾ, പ്രത്യേകിച്ച് ജപ്പാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡോളറിന്റെ മൂല്യനിർണ്ണയത്തിന് ഉപയോഗിക്കുന്ന കറൻസിയാണ്. അതുകൊണ്ട് ജപ്പാൻ ഡോളറിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് യുഎസിന്റെ കറൻസിയെ ബാധിക്കും. അപ്പോൾ ജപ്പാൻ ആണെങ്കിൽ യുഎസ് ബോണ്ടുകൾ വിറ്റഴിക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ അത് ശരിക്കും യുഎസിന് തിരിച്ചടിയാണ്. കാരണം എത്രമാത്രം യുഎസ് ബോണ്ടുകൾ വിറ്റഴിക്കുന്നുണ്ടോ അത്രമാത്രം അമേരിക്കയ്ക്ക് അത് ഗുണം ചെയ്യില്ല. ഇനിയിപ്പോൾ അമേരിക്ക ആണെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഡോളറിനെ വീക്കൻ ചെയ്യുന്ന പരിപാടികളാണ്. അൺസർട്ടനിറ്റി ഉണ്ട്. ICE പ്രശ്നമായിക്കോട്ടെ, അതുപോലെ ഇപ്പോൾ റിലീസായ എപ്സ്റ്റീൻ കേസ് ആയിക്കോട്ടെ, ഫെഡറൽ റിസർവുമായിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം, ഇതെല്ലാം തന്നെ ഇതിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു അൺസർട്ടനിറ്റി മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. ഇങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഡോളറിന്റെ ഇൻഡെക്സ് താഴോട്ട് കൂത്തിക്കൊണ്ട് പോകും. അതാണ് സംഭവിക്കുന്നത്. ഇതേ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂറോപ്യൻ യൂണിയന്റെ ഇന്ത്യയിലേക്കുള്ള വരവ്, യൂറോപ്യൻ യൂണിയനും ഇന്ത്യയുമായിട്ട് സൈൻ ചെയ്ത ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, ഇത് വല്ലാത്ത രീതിയിൽ ട്രംപിനെ ഭീതിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് പറയുന്നതിന്റെ കാരണം ഇതാണ്. കാരണം 57% ഡോളറിനെ ബാധിക്കുന്ന യൂറോ ട്രേഡ് ഇന്ത്യയുമായിട്ട് നടക്കും. ഇത് ഭാവിയിൽ റുപ്പി ട്രേഡായിട്ടും യൂറോ ട്രേഡായിട്ടും മാത്രം നിലനിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡോളറിനെ എക്കാലത്തേക്കും ഒഴിവാക്കുന്ന സാഹചര്യം രൂപപ്പെടും. പോരാഞ്ഞതിന് ഇന്ത്യ ബ്രിക്സിലെ ഭാഗം കൂടിയാണ്. അപ്പോൾ ബ്രിക്സ് ആണെങ്കിൽ ഡീഡോളറൈസേഷനെ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയും കൂടിയാണ്. ഇതെല്ലാം തന്നെ ശരിക്കും ട്രംപിന്റെ കിളി പോയി എന്ന് ഞാൻ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട റീസൺ ഇതാണ്. കാരണം യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും സൈൻ ചെയ്തു. ഇന്ത്യ ആണെങ്കിൽ ഗ്രോയിങ്ങിൽ ഇരിക്കുന്ന ഒരു മാർക്കറ്റ്. ചൈനയ്ക്കുള്ളിൽ അമേരിക്കയ്ക്ക് കൂടുതൽ ഇനി അങ്ങോട്ട് ഒന്നും ചെയ്യാനില്ല. കാരണം ചൈനയെ വേറൊരു തലത്തിൽ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ശരിക്കും ചൈന ഡോളറിനെ തന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന മാതൃകയിൽ വളർന്നിരിക്കുകയാണ്. അമേരിക്കൻ ഡോളറിനെതിരെയുള്ള ചൈനീസ് കറൻസിയുടെ മൂല്യം ഏതാണ്ട് 7 നമ്മൾ ഒരു US ഡോളറിനെതിരെ 91-92 റുപ്പി മുടക്കുമ്പോൾ ചൈന വെറും 7 യുവാൻ കൊടുക്കും, ചൈനീസ് യുവാൻ, അത്രേ ഉള്ളൂ. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് കെവിൻ വാർഷിനെ ഫെഡറൽ റിസർവ് ചെയർപേഴ്സണായിട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് എപ്പോൾ കൊണ്ടുവരും, എന്ന് കൊണ്ടുവരും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഇപ്പോഴും കെവിൻ വാർസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ട്രംപ് പറയുന്ന എല്ലാം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റോ ഇല്ലെങ്കിൽ ട്രംപിന്റെ പോളിസികളെ അതേപടി നടപ്പിലാക്കും എന്നുള്ളൊരു വാഗ്ദാനമോ ഇതുമായിട്ട് ബന്ധപ്പെട്ട സൂചനകളൊന്നും തന്നെ കെവിൻ വാർഷിന്റെ സൈഡിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. ഇനി നമ്മൾ അയാൾ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ള നിലയിൽ കണ്ടറിയണം. അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അമേരിക്കയുടെ നിലവിലത്തെ ആ ഒരു ശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോളറിനെ പിടിച്ചു നിർത്തണം. അത് ഏത് വിധേനയും പിടിച്ചു നിർത്തണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇന്ത്യക്കെതിരെയുള്ള താരിഫ് വെട്ടിക്കുറയ്ക്കുന്നതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇതെല്ലാം തന്നെ ഫെഡറൽ റിസർവിന്റെ പ്രശ്നത്തിൽ നിന്നും രൂപപ്പെട്ടു വന്ന അമേരിക്കയുടെ ഇന്റർണൽ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ താരിഫിനൊക്കെ ഇളവ് നൽകിയിരിക്കുന്നത്. അല്ലാതെ ഇമീഡിയറ്റ് ആയിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യയുടെ താരിഫിന് ഇളവ് കൊടുക്കാൻ ട്രംപിന് ഭ്രാന്തൊന്നുമില്ല. ഇതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരും. കാരണം ഇവിടെ റഷ്യയുടെ ഓയിൽ ഇന്ത്യ വാങ്ങുമോ വാങ്ങുന്നില്ലയോ എന്ന് പറയുന്ന ആർഗ്യുമെന്റിന് ഇനി വാലിഡിറ്റി ഇല്ല. ഒന്നാമത്തെ കാര്യം, യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞു. ആ സൈൻ ചെയ്ത ദിവസം തന്നെ അമേരിക്ക ഈ കേസ് ഒഴിവാക്കി. ഇനി റഷ്യയിൽ നിന്നും എണ്ണ ഇന്ത്യ വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും ഒരു പ്രസക്തിയില്ല, യാതൊരു പ്രസക്തിയില്ല ആ സ്റ്റേറ്റ്മെന്റിന്. പക്ഷേ ഇന്ത്യൻ മാധ്യമങ്ങൾ അതിനെ ചുറ്റിപ്പറ്റി ചർച്ച നടത്താനാണ് അവർക്ക് താല്പര്യം. കാരണം വേറെ ഒന്നുമല്ല, യൂറോപ്പ് തന്നെ ഇന്ത്യയുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ എന്ത് പ്രസക്തിയാണുള്ളത് റഷ്യൻ ഓയിലിന്? അവർക്ക് തന്നെ റഷ്യൻ എണ്ണ വേണം. ആർക്ക്? യൂറോപ്പിന്. അതാണ് അവർ നോക്കുന്നത്. കാരണം അവർക്ക് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വേണം. അത് റഷ്യൻ എണ്ണ ആയിക്കോട്ടെ, ഏത് എണ്ണ ആയിക്കോട്ടെ, അവർ വാങ്ങിക്കും. അവർ തുടർന്ന് വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോഴും വാങ്ങിക്കുന്നു, എപ്പോഴും വാങ്ങിക്കും. അവർക്ക് എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതില്ലാതെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ യൂറോപ്പാണ് യുദ്ധം നടത്തുന്നത്. യൂറോപ്പിന് തന്നെ വേണ്ടാത്തൊരു കാര്യം അമേരിക്ക ആവശ്യപ്പെടുമോ? ഇതൊക്കെ ജസ്റ്റ് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചതിന് വൈറ്റ് ഹൗസിൽ നിന്ന് കിട്ടിയ മറുപടി മാത്രമാണ്. അത് യൂറോപ്പ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്ത ആ ഡേറ്റിൽ തീർന്നു ആ വിഷയം. ഇനി യുഎസിന്റെ ഫെഡറൽ റിസർവ് നോക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, പരമാവധി രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ ഡോളർ റിസർവ് കുറച്ചുകൊണ്ട് ഗോൾഡ് റിസർവ് കൂടുതലായിട്ട് ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ്. പല രാജ്യങ്ങൾക്കും ഡോളർ വേണ്ട, എല്ലാ റിസർവ് ബാങ്കുകൾ, എല്ലാ സെൻട്രൽ ബാങ്കുകൾക്കും ഗോൾഡ് മതി. പതിയെ പതിയെ ലോകം ഒരു ഗോൾഡ് റിസർവിലേക്ക് മാറുന്ന ഒരു ക്രമമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതെല്ലാം തന്നെ അമേരിക്കയെ ഭീതിപ്പെടുത്തുന്നുണ്ട്, ട്രംപിനെ ഭീതിപ്പെടുത്തുന്നുണ്ട്. ട്രംപ് 3 വർഷം കഴിഞ്ഞ് ഇറങ്ങിപ്പോവും. വേറൊരാൾ വന്നിരുന്നാലും ഈ അമേരിക്കയെ തന്നെയാണ് നയിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ട്രംപ് കണക്ക് കൂട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ലോകത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ട്രംപിന്റെ കുറെ പ്രവർത്തികൾ കൊണ്ട് ഈ താരിഫ്, പല രാജ്യങ്ങളെയും അപമാനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം, ഇൽ ട്രീറ്റ് ചെയ്യുക, മിസ്ബിഹേവ് ചെയ്യുക, പല നേതാക്കൾക്കും നേരെ റബ്ബിഷ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുക,
ഇതുകൊണ്ടൊക്കെ തന്നെ പല രാജ്യങ്ങളും ട്രംപിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനോടൊപ്പം ഈ വിഷയങ്ങളെല്ലാം തന്നെ അമേരിക്കയെ ബാധിച്ചിട്ടുണ്ട്. അമേരിക്ക വലിയ സംഭവമല്ല, അമേരിക്ക മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും, സർവൈവ് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിൽ ചെറിയ ചെറിയ രാജ്യങ്ങൾ പോലും അമേരിക്കയുടെ നിർദ്ദേശങ്ങളെ തള്ളി അവരുടെ സ്വന്തം തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് രൂപപ്പെടുന്നത്. ഈവൻ സെൻട്രൽ ഏഷ്യയിലൊക്കെ പല രാജ്യങ്ങളും, സെൻട്രൽ ഏഷ്യയിൽ ഈ ഷാങ്ഹായ് കോർപ്പറേഷനിൽ വന്നിരുന്ന പല രാജ്യങ്ങളും ഡോളർ ഉപേക്ഷിക്കാൻ തയ്യാറാണെന്നുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് അവർ പുറത്തിറക്കിയത്. ഇതിനകത്ത് 57% ഡോളറിന്റെ മൂല്യം നിർണ്ണയിക്കുന്ന യൂറോ, ആ എൻറ്റയർ യൂറോപ്യൻ കൺട്രിയുമായിട്ട് ഇന്ത്യക്ക് ഫ്രീ ട്രേഡ്. 11% ഡോളറിനെ സ്വാധീനിക്കുന്ന സ്റ്റെർലിംഗ് പൗണ്ട് UK, ആ രാജ്യവുമായിട്ടും ഇന്ത്യക്ക് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. നമുക്ക് മനസ്സിലായല്ലോ ഇന്ത്യയുടെ പ്രാധാന്യം എന്താണ്, ഇന്ത്യ ഏത് രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്ത് ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകൾ മുന്നോട്ട് നീക്കിയത്. ഈ എഗ്രിമെന്റുകൾ തന്നെയാണ് ട്രംപിനെ പേടിപ്പിച്ചത്. ട്രംപ് കൃത്യമായിട്ട് യൂറോപ്യൻ യൂണിയൻ സൈൻ ചെയ്ത ആ മൊമെന്റോട് കൂടി ട്രംപ് കീഴടങ്ങി. ഇത് തന്നെയാണ് സംഭവിച്ചത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണമാണ് ഈ ഡോളറിന്റെ മൂല്യത്തിൽ ഉണ്ടാകാൻ പോകുന്ന വീഴ്ചയെ ട്രംപ് മുൻകൂട്ടി കാണുന്നു അഥവാ US ഫെഡറൽ റിസർവ് മുൻകൂട്ടി കണ്ട് ട്രംപിന് ഉപദേശിച്ചിരിക്കുന്നു. ഇതാണ് പ്രധാനമായിട്ട് നടന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെ, ഈ ഡോളറിനെ കൂടുതൽ വീക്കാക്കുന്ന രീതിയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഇനിയിപ്പോൾ വരാൻ പോകുന്ന ബ്രിക്സിൽ കുറച്ചെങ്കിലും അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് ഇന്ത്യ തീരുമാനങ്ങൾ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഡോളർ ബിസിനസ് ശക്തിപ്പെടണം. അപ്പൊ ഇന്ത്യയുടെ ഡോളർ ബിസിനസ് ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യയെ ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ പറ്റും. കാരണം ഇന്ത്യ ട്രംപ് പൊസിഷനിൽ വന്ന ഉടനെ തന്നെ ബ്രിക്സിന്റെ കറൻസിക്ക് നോ പറഞ്ഞു. എവിടെ വെച്ചിട്ട്? റഷ്യയിൽ, മോസ്കോയിൽ വെച്ചിട്ട് ബ്രിക്സിന്റെ കറൻസി ഇപ്പൊ വേണ്ട, ഞങ്ങൾ ഇല്ല എന്നുള്ള രീതിയിലുള്ള തീരുമാനം പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കയുമായിട്ടുള്ള ഡോളർ ബിസിനസ് മുന്നോട്ട് കണ്ടുകൊണ്ടാണ്. ആ ഡോളർ ബിസിനസ്സിന് ട്രംപ് തടസ്സം സൃഷ്ടിച്ചപ്പോൾ നല്ല രീതിയിൽ താരിഫ് ഇട്ട് ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാൻ വിചാരിച്ചിരുന്ന സാഹചര്യത്തിലാണ് ബ്രിക്സിന്റെ സബ്മിറ്റ് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പൊ ഈ സബ്മിറ്റ് ഇന്ത്യയിലേക്ക് വെച്ച് നടക്കുമ്പോൾ ഇന്ത്യ ഡോളറിനെതിരെ ശക്തമായ നീക്കങ്ങൾ നടത്താനുള്ള സാധ്യത അമേരിക്ക മുന്നിൽ കാണുന്നുണ്ട്. അതിന്റെ സൂചനയാണ് US ബോണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഉത്തരവിറക്കിയതും അതിന് പകരം സ്വർണം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തതും. അപ്പൊ ഇതൊക്കെ ക്ലിയർ ആയിട്ടുള്ള സൂചനകളാണ്. നമ്മൾ എന്തൊക്കെയാണോ ഡിപ്ലോമാറ്റിക്കലി കൃത്യമായിട്ട് ചെയ്യുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അമേരിക്ക ഈ താരിഫിൽ ഒരു ഇളവ് കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലാതെ ഇത് ഔദാര്യമോ അല്ലെങ്കിൽ ഇന്ത്യ അങ്ങോട്ട് പോയി കാല് പിടിച്ചത് കൊണ്ടോ, അല്ലാതെ ഇന്ത്യക്ക് ഒരു ഫേവറോ, അല്ലെങ്കിൽ ഇന്ത്യക്കാരൊക്കെ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ അമേരിക്കയുടെ അഗ്രികൾച്ചർ മാർക്കറ്റ് ഇന്ത്യയിലേക്ക് ഇറക്കിക്കളയാൻ വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ റഷ്യൻ എണ്ണയുമായിട്ട് ബന്ധപ്പെട്ടോ ഒന്നുമല്ല ഈ വിഷയം. ഈ വിഷയത്തിന്റെ കാതലായ വിഷയം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.